പത്താമത്തെ വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. നമുക്ക് പത്താമത്തെ വർക്ക്ഷീറ്റിൽ മുൻപ് പറഞ്ഞതുപോലെ ചില അടിസ്ഥാന ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ചില പ്രശ്നങ്ങളാണ്. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണുക. കാൽക്കുലേഷൻ ഓഫ് ദി സം ഓഫ് ദ ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ കുറേ പദങ്ങളുടെ സം കാണുക എന്നുള്ളതാണ്. അപ്പം അതിനെ അടിസ്ഥാനമാക്കിയുള്ള 4-5 ചോദ്യങ്ങളാണ് അതിൽ തന്നിരിക്കുന്നത്. അതിന് സബ് ക്വസ്റ്റ്യൻസും ഉണ്ട്. പെയറിങ്ങിലൂടെയാണല്ലോ സമ്മേഷൻ കാണുന്നത്. പെയറിങ്ങിലൂടെയാണ് നമ്മൾ സം കാണുന്നതിനുള്ള സൂത്രവാക്യം ഫോർമുല രൂപീകരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ വർക്ക്ഷീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഇസ് 12. ഫസ്റ്റ് ടേം of an arithmetic sequence is 12 and common difference 3 and common difference 3. ഇവിടെ 3 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, റൈറ്റ് ദ ആൾജിബ്രിക് ഫോം. Write the algebraic form. അത് വ്യക്തമാണ്. നമുക്കിവിടെ ഉത്തരം ഇവിടെ തന്നെ എഴുതാം. ആൾജിബ്രിക് ഫോം xn is equal to dn plus f minus d. That is equal to 3n plus 12 minus 3. That is equal to 3n plus 9. ഇത് നമുക്ക് എഴുതാം. The second question is find the 20th term. 20th term കാണുക എന്ന് പറഞ്ഞാൽ ആൾജിബ്രിക് ഫോമിൽ 3n plus 9 ഉണ്ടല്ലോ. അതിൽ 3 into 20 plus 9 that is equal to 69. And see what is the sum of first 20 terms? ആദ്യത്തെ 20 ടേംസിൻ്റെ സം കാണുക. അതെന്ത് ചെയ്യണം? സം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് 20th ടേം ഇൻറ്റു 20/2. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എങ്ങനെയാണ് ഈ പെയറിങ്ങിലൂടെ ഈ ഫോർമുല, ഈ സൂത്രവാക്യം, ഈ രീതി രൂപപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്കറിയാം 12 plus 69 into 20/2. That is equal to 81 into 10. That is equal to 810. നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യത്തിലേക്കൊന്ന് കിടക്കാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യം ഏതാണ്ട് സമാനമായൊരു ചോദ്യമാണ്. സം ഓഫ് ഫസ്റ്റ് 9 terms of an arithmetic sequence is 72. Sum of the first 9 terms of an arithmetic sequence is 72. First question, what is its fifth term? Its fifth term. Fifth term എത്രയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം 9 ടേംസിൻ്റെ സം is equal to x1 plus x9 into 9/2. ഇതാണ് 72 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതാലോ x1 plus x9 into 9/2 is equal to 72. Therefore x1 plus x9 is equal to 72 into 2 by 9. 72 into 2 by 9. ഇപ്പം ഇത് 8 തവണയാവും. ഓക്കെ, 16. അപ്പോൾ x1 plus x9 is equal to 16. അതായത് 5 ടേംസ് ഉള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസ്
9 ടേംസ് ഉള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 1 2 3 4 5 6 7 8 9 ടേംസ് ഉള്ള അരിത്തമാറ്റിക് സീക്വൻസ് എടുത്താൽ ഫിഫ്ത്ത് ഈസ് ദ മിഡിൽ, ഫിഫ്ത്ത് ടേം ഈസ് ദ മിഡിൽ and first and ninth are the terms at the ends. Therefore, fifth term is equal to 16/2, that is 8. നേരത്തെ പഠിച്ച ആശയമാണ് 8 എന്ന് കിട്ടി. What is the fifth term? It is 8. B. ഇനി മനസ്സിലാക്കേണ്ടത് what is the common difference? If the common difference is 3, what is the first term? If the common difference is 3, if the common difference is 3, then what is the first term? The first term. Common difference 3 ആണെങ്കിൽ ഫസ്റ്റ് ടേം എത്രയാണെന്ന്, ഫിഫ്ത്ത് ടേം എത്രയാണെന്ന് നമുക്കറിയാം 8 ആണെന്ന്, കോമൺ ഡിഫറൻസ് 3 ആണെന്നറിയാം. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു ഫിഫ്ത്ത് ടേം മൈനസ് 4 കോമൺ ഡിഫറൻസ്, ദാറ്റ് ഈസ് 8 മൈനസ് 4 ഇൻറ്റു 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 12, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4. അത് കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. സി, റൈറ്റ് ദ ആൾജിബ്രിക് ഫോം, റൈറ്റ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദ സീക്വൻസ് സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം കാണുക. റൈറ്റ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദ സീക്വൻസ്. അതെഴുതാലോ. എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 3n പ്ലസ് മൈനസ് 4 മൈനസ് 3, ദാറ്റ് ഈസ് 3n മൈനസ് 7. ഡി, വാട്ട് ഈസ് ദ 30th ടേം? ദാറ്റ് ഈസ് 3 ഇൻറ്റു 30 മൈനസ് 7. ആൾജിബ്രിക് ഫോമിൽ എന്നിന് 30 എന്ന് കൊടുത്താൽ മതി. 90 minus 7, that is equal to 83. And E, find the sum of first 30 terms. അപ്പോൾ നമുക്ക് sum is equal to x1 plus x30 into 30/2. കൃത്യമായി ആൻസർ വരും. നിങ്ങൾ സ്വയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 1185 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇപ്പോൾ 2 ചോദ്യങ്ങളായി. മൂന്നാമത്തെ ചോദ്യം നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. 10th term of an arithmetic sequence. 10th term of an arithmetic sequence is 27 and its 30th term is 67. First question, what is the common difference? What is the common difference? Common difference. ഇപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇപ്പോൾ 10th term and 30th term, there is a difference of 20d. 20d is equal to 67 minus 27, that is 40. That is 20d is equal to 40, d is equal to 40/2, that is equal to 20 എന്ന് കിട്ടും. 40/20, that is equal to 2 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, second question, find the first term. Find its first term. ഫസ്റ്റ് ടേം വേണം. ഫസ്റ്റ് ടേം കിട്ടാൻ ഫിഫ്ത്ത് ടേമിൽ നിന്ന് 4 കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം. ഫിഫ്ത്ത് ടേം എത്രയാണ്? ഓക്കെ,
അല്ലെങ്കിൽ 10th ടേമിൽ നിന്ന് ഇവിടെ 10th ടേമാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 10th ടേമിൽ മൈനസ് 9 കോമൺ ഡിഫറൻസ്. നമുക്ക് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 10th ടേം മൈനസ് 9 കോമൺ ഡിഫറൻസ്. 10th term is 27 minus 9 into common difference is 2. That is 27 minus 18. That is equal to 9. പിന്നത്തെ ചോദ്യം, write the algebraic form of the sequence. Write the algebraic form. Write the algebraic form of the sequence. ഈ സീക്വൻസിൻ്റെ ആൾജിബ്രിക് ഫോം കാണുക. അപ്പോൾ നമുക്ക് എഴുതാം, ആൾജിബ്രിക് ഫോം ഇസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ദാറ്റ് ഇസ് ഈക്വൽ ടു 2n പ്ലസ് 9 മൈനസ് 2. ദാറ്റ് ഇസ് ഈക്വൽ ടു 2n പ്ലസ് 7. d. What is the sum of first 20 terms? What is the sum of first 20 terms? ഇതിനെന്ത് വേണം? 20th ടേം വേണം അല്ലേ. 20th ടേം എന്ന് പറയുന്ന 2 into 20 plus 7, that is equal to 47. സം കാണാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം പ്ലസ് 20th ടേം ഇൻറ്റു 20/2. that is equal to ഫസ്റ്റ് ടേം ഈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ടേം ഈസ് 9 പ്ലസ് 20th ടേം ഈസ് 47 ഇൻറ്റു 20/2. ദ ആൻസർ ഈസ് 560. ട്രൈ ചെയ്യണം കേട്ടോ, അപ്പോൾ കിട്ടും. നാലാമത്തെ ചോദ്യം, an arithmetic sequence has 5 terms. There is an arithmetic sequence. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ്, ഇതാണ് ചോദ്യം. റൈറ്റ് an arithmetic sequence. Write an arithmetic sequence having 5 terms. Third term is 20 and common difference 4. വീണ്ടും ചോദിക്കുന്നു, what is the sum of the terms? What is the sum of its terms? ഇതാണ് ചോദ്യം. ആ ടേംസിൻ്റെ സം, ആ സീക്വൻസിൻ്റെ ടേംസിൻ്റെ സം എത്രയെന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിന്തിക്കാം, തേർഡ് ടേം ഈസ് 20. ഇറ്റ് ഈസ് ദ മിഡിൽ ടേം. കാരണം 5 ടേംസ് ആണ് നമ്മൾ എടുക്കുന്നത്. മിഡിൽ ടേം, ഇറ്റ് ഈസ് ദ മിഡിൽ ടേം ഓഫ് 5 ടേംസ്. എങ്കിൽ അതിൻ്റെ രണ്ട് സൈഡ്, മിഡിൽ ടേമിൻ്റെ രണ്ട് സൈഡായിട്ട്, അപ്പോൾ ദിസ് ഈസ് മിഡിൽ ടേം x3. ഇവിടെ ഒരു ടേം ഉണ്ടാവും, ഇവിടെ ഒരു ടേം ഉണ്ടാവും, ഇവിടെ ഒരു ടേം ഉണ്ടാവും, ഇവിടെ ഒരു ടേം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കിവിടെ 20 എടുക്കാം. കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ 24, 28. ദിസ് ഈസ് 16 ആൻഡ് ദിസ് ഈസ് 12. കിട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയും കുറക്കുകയും ചെയ്താൽ കിട്ടുന്നു. ആൻഡ് ഫൈനലി സം ഓഫ് ഓൾ ടേംസ്, സം ഓഫ് 5 ടേംസ്. അത് നിങ്ങൾക്ക് വിടാം, ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. സം ഇസ് ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം ഇൻറ്റു 5/2 എന്ന് എഴുതി ചെയ്യാം. ഫസ്റ്റ് ടേമും ഫിഫ്ത്ത് ടേമും കൂടി കൂട്ടുക എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ടേമിൻ്റെ ട്വൈസ് ആണ്. ദാറ്റ് ഈസ് 40 ഇൻറ്റു 5/2. ദാറ്റ് ഈസ് 20 ഇൻറ്റു 5, 100 എന്ന് എഴുതാം നമുക്ക്. മറ്റൊരു രീതിയും കൂടിയുണ്ട്. സം എടുത്തിട്ട് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് നടുക്കുള്ളത് കിട്ടുമെന്ന് മനസ്സിലാക്കാം. അതും ഇനി അടുത്ത വർക്ക്ഷീറ്റുകളിൽ ആ കാര്യം കൂടുതൽ അടുത്തറിയാൻ സാധിക്കും. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്നത്, ഈ വർക്ക്ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ചോദ്യങ്ങളിലൂടെ കൃത്യമായി കടന്നു പോവുക. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഇത്രയും ചോദ്യങ്ങൾ ഇപ്പോൾ ഈ വർക്ക്ഷീറ്റ് ചെയ്ത 4 ചോദ്യങ്ങളിലൂടെ കൃത്യമായി ആവർത്തിച്ച് കടന്നു പോകുന്നൊരു കുട്ടിക്ക് ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൽ അവസാനത്തെ ഒരു ചോദ്യമുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ. അതായത് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ ഡി എന്നൊരു ചോദ്യമുണ്ട്. അത് ഞാൻ ഡിസ്കസ് ചെയ്ത് തരേണ്ടതായിട്ടുണ്ട്. എ ബി സി ആർ ഇൻ ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. എ ബി സി ഒരു അരിത്തമാറ്റിക് സീക്വൻസിലാണ്. എയും ബിയും സിയും കോമയിട്ട് എഴുതിയാൽ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. Which of the following is equal to 3 is equal to B? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. A plus B plus C by 2 ഒരെണ്ണം, A plus B plus C by 3, A plus B minus C by 3, A minus B plus C by 3. ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. നമുക്കറിയാം എ ബി സി ആർ ഇൻ അരിത്തമാറ്റിക് സീക്വൻസ്. അപ്പോൾ നമുക്കറിയാം നടുക്കുള്ളതിൻ്റെ ഡബിൾ എന്ന് പറയുന്നതാണ് എയും സിയും. ഇത് രണ്ടും കൂടി കൂട്ടുന്നത് നടുക്കുള്ളതിൻ്റെ 2 ടൈംസ് ആണെന്നറിയാം. നമുക്കൊരു പണി ചെയ്യാം. വീണ്ടും ആഡ് ബി ഓൺ ബോത്ത് സൈഡ്സ്. അപ്പം എന്താവും? ഇവിടെ ബി പ്ലസ് 2b എന്ന് വരും. ഇപ്പുറത്തോ എ പ്ലസ് ബി പ്ലസ് സി എന്ന് വരും. ദിസ് ഇസ് 3b is equal to a plus b plus c. Therefore b is equal to a plus b plus c by 3. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഇതിലേക്ക് ഒരു ചില കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണാൻ പറ്റും. ബാക്കിയുള്ള 4 നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചെയ്ത് ഉത്തരങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക.